അപ്പം എനിക്ക് എൻ്റെ അനുഭവം പറയാനുള്ളത്, ഒരുപാട് പേരെ നിയോഗങ്ങൾ ദൈവം ഈ അസാധ്യമായ കാര്യങ്ങൾ ഈ ബൈബിൾ ഈ പുസ്തകം വഴിയായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകാരിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചിയെ ഇവിടെ നമ്മുടെ തോട്ടത്താടി ബൈബിൾ കണക്ഷൻ കാണാൻ വേണ്ടി ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിരുന്നു അവർ. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് അവർക്ക് ഇനി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ നിന്ന് മാറിയൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ധ്യാനത്തിൽ ചെന്നപ്പോൾ ആ ചേച്ചിയും ആ കുടുംബനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കൊച്ചുണ്ടായെന്ന് പറയും. അപ്പോൾ ഞാൻ എന്നാ ഉണ്ടായി? അപ്പോൾ ഒരു വയസ്സുള്ള കൊച്ചിനോട് വരും. അപ്പോൾ അച്ഛൻ മറന്നുപോയോ, അച്ഛൻ എന്ന് പ്രാർത്ഥിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഞാനുണ്ടാകുന്ന പഴയ ഇടവകയിൽ 2 പേർക്ക്, അതായത് 10 വർഷത്തിന് മേലെ വർഷമായ ദമ്പതികൾ, കുഞ്ഞുങ്ങളുണ്ടായി. ഈ പള്ളി 3 പേർക്കുണ്ടായി. ഇനി നമുക്ക് എൻ്റെ അറിവില്ലാതെ കുറേ പേര് ഇങ്ങനെ നമുക്കറിയാത്ത സ്ഥലത്ത് അറിഞ്ഞുകൂടാ, അങ്ങനെയെല്ലാം ഉണ്ടായി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേർ ജോലികൾ മുടങ്ങി കിടന്ന ആൾക്കാർക്ക്, ഗൾഫിൽ കിടന്ന് വർഷങ്ങൾ കിടന്ന ആൾക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാൻ വേണ്ടി സാധിച്ചു. വിസ പ്രശ്നം ഉണ്ടാകാനൊക്കെ സാധിച്ചു. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു. വീടില്ലാത്ത ആൾക്ക് വീട് പണിയാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് എല്ലാം എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന് കഴിഞ്ഞ ദിവസം വന്ന്, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഒരു പൈ വെച്ച് തന്നിട്ട് പറഞ്ഞിട്ട് വെച്ചാൽ ജോലി അല്ല ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി ചോദിച്ചു. അപ്പോൾ അഡ്മിഷൻ അവിടെ കിട്ടി അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ നിയോഗങ്ങളെ സാധിച്ചിട്ടുള്ളൊരു ബൈബിളാണെന്ന് പറയാൻ വേണ്ടിയാണ് എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം. അപ്പോൾ ദൈവവചനത്തോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നു, അത് മുറുകെ പിടിക്കുന്നു, ഇന്ന് ജീവിക്കുന്നവനായ ദൈവം വചനത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം.